യുവാക്കളിൽ ആത്മബോധം വർദ്ധിപ്പിക്കാൻ സോൾ ക്വസ്റ്റ് എന്ന പേരിൽ ഏകദിന ആത്മീയ ശിബിരം സംഘടിപ്പിച്ചു. അയുധിന്റെ പൂനെ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടി പൂനെ സിറ്റിയിലെ പുണ്യാധാം ആശ്രമത്തിലാണ് നടന്നത്. യുവാക്കളിലെ ആത്മബോധം വർദ്ധിപ്പിക്കാനും ആത്മാന്വേഷണത്തിനും ആത്മീയ പഠനത്തിനുമായി അവരെ പ്രേരിപ്പിക്കാനും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് അവരെ ചിന്തിപ്പിക്കാനും സഹായിക്കുന്ന രീതിയിലാണ് സോൾ ക്വസ്റ്റ് എന്ന പേരിൽ ശിബിരം രൂപകൽപ്പന ചെയ്തിരുന്നത്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായ പത്മഭൂഷൺ പത്മശ്രീ ഡോക്ടർ വിജയ് ഭട്കർ മുഖ്യ പ്രഭാഷണം നടത്തി. ശാസ്ത്രവും ആധ്യാത്മികതയും കൈകോർത്തു പോവേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധവും അമ്മയുടെ മാർഗനിർദ്ദേശം എങ്ങനെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തി എന്നതും ഡോക്ടർ ഭട്കർ പങ്കുവച്ചത് യുവാക്കൾക്ക് പ്രചോദനമായി. ആയുധ് ഇന്റർനാഷണൽ കോർഡിനേഷൻ ടീമംഗങ്ങളായ ബ്രഹ്മചാരിണി അമൃതാത്മിക ചൈതന്യ, ബ്രഹ്മചാരിണി നിസീമ, അമൃത യൂണിവേഴ്സിറ്റി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം മാനേജർ മിസ് ആതിര അരവിന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശിബിരം നടന്നത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ യുവാക്കൾ ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവരെ ആന്തരിക ശക്തി ഉണർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നതായിരുന്നു ശിബിരത്തിലെ പ്രഭാഷണങ്ങൾ. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ആത്മീയ അഭ്യാസത്തിന്റെ പ്രാധാന്യവും പരമഗുരുവായ അമ്മയോടുള്ള ബന്ധം എങ്ങനെ ജീവിത വിജയത്തിന് വഴികാട്ടുന്നു എന്നും പ്രഭാഷകർ വിശദീകരിച്ചു. ധ്യാനം, യോഗ പരിശീലനം, ടീം ബിൽഡിംഗ് എന്നിവ ആസ്പദമാക്കിയുള്ള കളികൾ, ആധ്യാത്മിക ചർച്ചകൾ, ഹൃദയസ്പർശിയായ ഭജനകൾ, സനാതനധർമ്മത്തെ ആസ്പദമാക്കി നടത്തിയ ക്വിസ്, പ്രശ്നോത്തരികൾ എന്നിവ ശിബിരത്തിന്റെ ഭാഗമായി നടന്നു. യുവാക്കളെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ധൈര്യവും ജ്ഞാനവും അവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ലോകത്തിന്റെ പ്രകാശമാകാൻ കഴിയൂ എന്ന അമ്മയുടെ ദിവ്യമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു പടിയായിരുന്നു ആയുധ് പൂനെ സംഘടിപ്പിച്ച സോൾ ക്വസ്റ്റ്. അമൃത ന്യൂസ്, കൊല്ലം.